സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ MCQ സെഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ MCQs ആണ്. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള RRB JEയുടെയും SSC JEയുടെയും അതുപോലെ തന്നെ കേരള PCയിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതിലുള്ള ഓരോ ഓപ്ഷൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നുള്ള കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിക്കൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പുതിയ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ RRB JEയുടെയും അതുപോലെ SSC JEയുടെയൊക്കെ കേരള PC എക്സാമിൻ്റെയൊക്കെ കോഴ്സുകൾ നമ്മൾ ആപ്പ് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളത് നോക്കി വേണം നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9 വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ നമ്പർ 10 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് വിത്ത് റൈസ് ഇൻ ഗ്യാസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഗ്യാസിൻ്റെ കേസിൽ ഡൈനാമിക് വിസ്കോസിറ്റി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് വിത്ത് റൈസ് ഇൻ ഗ്യാസ് ടെമ്പറേച്ചർ. അതായത് ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ തിയറി ഫ്ലൂയിഡ് മെക്കാനിക്സം തിയറി ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ നമുക്കറിയുന്നതാണ് നമ്മുടെ വിസ്കോസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസാണ് നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി കാരണം. ഓക്കെ, മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷനാണ് അവിടെ വിസ്കോസിറ്റി കാരണമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയും ശരിക്കും വിസ്കോസിറ്റി എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റിക്ക് ഗ്യാസിൻ്റെ കേസിൽ നമുക്കറിയാം റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസാണ് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസിൻ്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ആവറേജ് വെലോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ പറയുന്നുണ്ട്. അതായത് വെലോസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം അവർ തമ്മിലുള്ള റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാൻഡം മോഷൻ കാരണം നമ്മുടെ മോളിക്യൂൾസിൻ്റെ നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് വെലോസിറ്റി കൂടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പറയുന്നത്, അതായത് റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ച പോലെ റൂട്ട് ഓഫ് 3RT/m ആണ്. ഓക്കെ, നമ്മൾ VRMS എന്ന് പറയുമ്പോൾ, ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 3RT/m ആണ്. അതിൽ 3 ഒരു ന്യൂമറിക്കൽ നമ്പർ, 6 നമ്മുടെ ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചറാണ്, M മോളാർ മാസാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ആവറേജ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ വിസ്കോസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം, ഇവിടുത്തെ ഒരു കേസിൽ നമ്മുടെ ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതായത് VRMS എന്ന് പറയുന്നത് ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് 3RT/m ആണ്. നമ്മളതിൽ ഓരോ ടേമും പറഞ്ഞു. VRMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, 6 ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, M മോളാർ മാസ്. അപ്പോൾ നമ്മൾ ഇതൊരു ഗ്യാസിൻ്റെ കേസിലുള്ള റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയാണ് പറയുന്നത്. അതായത് റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റി കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ ടെമ്പറേച്ചർ ഇല്ല, നമ്മുടെ ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതാണ് ചോദിച്ചുള്ളത്. നമ്മൾ പറഞ്ഞു അതായത് ടെമ്പറേച്ചർ എങ്ങനെയാണ് റൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് അല്ലേ. അതായത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, ക്യൂബ് റൂട്ട് ഓഫ് T ആണല്ലേ. നമുക്കതിന് ടെമ്പറേച്ചർ മാത്രം നോക്കണം. നമ്മൾ ടെമ്പറേച്ചർ
ക്യൂബ് റൂട്ട് ടി അല്ലേ, റൂട്ട് ഓഫ് ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മുടെ ഈ ഒരു VRMS അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ടെമ്പറേച്ചർ സ്ക്വയർ റൂട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ RMS അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് വിത്ത് റൈസ് ഇൻ ഗ്യാസ് ടെമ്പറേച്ചർ. ഓപ്ഷൻസ് നോക്കാം. വെറും ഇൻക്രീസസ് ഉണ്ട്, ഇൻക്രീസസ് ആസ് റൂട്ട് ടി ഉണ്ട്, ചേഞ്ച് ഇൻവേഴ്സ്ലി ആസ് റൂട്ട് ടി ഉണ്ട്, ഡിക്രീസസും ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നറിയാം അല്ലേ. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, വെറും ഇൻക്രീസ് അല്ല, ഇൻക്രീസസ് ആസ് റൂട്ട് ടി ആണ് അല്ലേ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ടി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഇൻവേഴ്സിലി അല്ല അല്ലേ. ഇൻവേഴ്സ് നമുക്കറിയാം നമ്മുടെ ഈ ക്വസ്റ്റനിൽ 3RT എന്ന് പറയുമ്പോൾ ബൈ M ആണ്, അതായത് VRMS ഈക്വൽ ടു 3RT ആണ്. അപ്പോൾ നമുക്ക് ടി ഇവിടെ മേലെ വരുമ്പോൾ എന്തായിരിക്കും, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ. അപ്പോൾ റൂട്ട് ടി എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംശയമുണ്ട് നമ്മുടെ തിയറി ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക, കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ഇതിൽ ആൻസർ കറക്റ്റായിട്ട് വരും നമുക്ക് ഇൻക്രീസസ് ആസ് റൂട്ട് ടി ആണ്. ഓക്കെ, ഇൻക്രീസസ് ആസ് റൂട്ട് ടി ആണ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബൾക്ക് മോഡുലസ് ഓഫ് ഫ്ലൂയിഡ്. ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ K ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷനാണ് നമ്മുടെ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബൾക്ക് മോഡുലസ് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ചേഞ്ച് ഇൻ പ്രഷർ അല്ലേ, ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ് നമ്മുടെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ K എന്ന് പറയുന്ന ബൾക്ക് മോഡുലസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് K ഈക്വൽ ടു നമുക്ക് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ DP വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം, ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ശരിക്കും ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം, മാറ്റി എഴുതുമ്പോൾ താഴെയുള്ള V മേലേക്ക് വരുമ്പോൾ VdP ഓൾ ഡിവൈഡ് ബൈ DV എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ശരിക്കും ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ. നമ്മൾ തിയറി ക്ലാസ്സിൽ നല്ല ശരിക്കും കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. നമ്മുടെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിൻ്റെ നേരെ ഇൻവേഴ്സാണ് നമ്മുടെ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നേരെ ഇക്വേഷൻ തിരിഞ്ഞു വരും. കംപ്രസിബിലിറ്റി ആകുമ്പോൾ നമ്മൾ B വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. B ഈക്വൽ ടു വോളിമെട്രിക് സ്ട്രെയിൻ ബൈ ചേഞ്ച് ഇൻ പ്രഷർ ആയിരിക്കും നമ്മുടെ കംപ്രസിബിലിറ്റി. അതായത് നമ്മുടെ ഈ ഇക്വേഷനൊക്കെ തിരിഞ്ഞു വരും. അതായത് dV/V ഹോൾ ഡിവൈഡ് ബൈ DP വരും. അതുപോലെ ഇത് നേരെ തിരിഞ്ഞു വരും, dV/VdP വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ വോളിയത്തിന് വരെ നമ്മൾ ഡെൻസിറ്റി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ശരിക്കും ഇവിടെ ഒരു മൈനസ് സൈനും കൂടി ഉണ്ട് അല്ലേ. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ DVക്ക് മുന്നേ ഒരു മൈനസ് സൈനും ശരിക്കും നമ്മൾ കൊടുക്കണം. അതായത് വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമ്മൾ വേറെ പഠിച്ചൊരു ഇക്വേഷനാണ്. അതായത് നമ്മൾ വോളിയത്തിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അതായത് റോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും റോ dP/d റോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിതും നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ പറയാവുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ dV/V അല്ലെങ്കിൽ VdP/dV അല്ലെങ്കിൽ റോ dP/d റോ. ഓക്കെ, വീൻ്റെ സ്ഥാനത്ത് റോ കൊടുക്കുക. അപ്പോൾ VdP ഉള്ളത് റോ dP ആവും, DVക്ക് സ്ഥാനത്ത് d റോ ആവും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ നോക്കാം. റോ ഇതിൽ വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ റോ d/DP ആണ്. നമ്മൾ പറഞ്ഞപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത് നേരെ തിരിച്ചാണ് വരുന്നത് അല്ലേ. ശരിക്കും d റോ താഴെയും അതുപോലെ DP മേലെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ A തെറ്റാന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് d/റോ DP ആണ്. അതും തെറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ dP/d
ഡി റോ ആണ് അല്ലേ, റോ ഡി പി ബൈ ഡി റോ. അല്ലെങ്കിൽ നമ്മൾ വോളിയത്തിൻ്റെ കേസാകുമ്പോൾ എന്തായിരിക്കും, വി ഡി പി ബൈ ഡി വി വരും. ഓക്കെ, ഇതിൽ ഈ തന്നിരിക്കുന്ന ഇതിൽ ഇക്വേഷൻ ഒന്നായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ഓപ്ഷൻ എ അല്ല മനസ്സിലാവും, ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി വരുമ്പോൾ വി ഡി പി ബൈ ഡി വി അല്ലേ, ഓപ്ഷൻ സി വരുന്നത് വി ഡി പി ബൈ ഡി വി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ഇക്വേഷൻ കറക്റ്റാണല്ലേ, വി ഡി പി ബൈ ഡി വി കറക്റ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഡി പി ബൈ റോ ഡി പി അല്ലേ, ഇവിടെ റോയും റോ ഡി റോ. അപ്പോൾ അതും തെറ്റാണ്, നമുക്ക് ഓപ്ഷൻ ഡിയും തരാം. അപ്പോൾ ഇതിൽ ശരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് വരുന്നില്ല, നമ്മൾ പഠിച്ച പ്രകാരം ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റ് പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒന്നുകിൽ ഇക്വേഷൻ വരുന്നത് റോ ഡി പി ബൈ ഡി റോ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വി ഡി പി ബൈ ഡി റോ എന്നുള്ള ഡി വി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡി വി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റ് എങ്ങനെ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കണം മനസ്സിലാവും, ഓപ്ഷനിൽ ശരിക്കും റോ ഡി റോയാണുള്ളത് അല്ലേ, ബൈ ഡി പി. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ റോ ഡി റോ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ റോ ഡി പി എന്ന് വായിച്ചു പോകും. ഓക്കെ, അപ്പോൾ തെറ്റ് പറ്റാൻ പാടില്ല. എന്താണ് ഇത് ശരിക്കും ഒരു ഡി റോ ആണ് കൊടുത്തത്, ശരിക്കും എന്താണ്, ശരിക്കും ഡി പി ആണ്, റോ ഡി പി എന്ന് വരേണ്ടത്, താഴെയാണ് ഡി റോ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ നോക്കിയാൽ മനസ്സിലാവും, താഴെയാണ് ഡി പി വന്നുള്ളത്, നേരെ തിരിച്ചാണ് വന്നുള്ളത്, ഇത് താഴെയും ഇത് മേലേക്കാണ് വന്നുള്ളത്, അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഓപ്ഷൻ എ കൊടുത്ത കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കതിനെ തെറ്റി പറ്റി പോകാൻ പാടില്ല, പെട്ടെന്ന് വായിക്കുമ്പോൾ അത് റോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. നമ്മളതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇതെല്ലാം നമുക്ക് തിയറി ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ വായിക്കാം. ദ റൈസ് ഓർ fall of head H in a capillary tube of diameter D and liquid surface tension sigma and specific weight W. ഓക്കെ, ഇപ്പോൾ ദ റൈസ് ഓർ ഫാൾ ഓഫ് ഹെഡ് എച്ച്, ഇപ്പോൾ റൈസ് അല്ലെങ്കിൽ ഫാൾ ഓഫ് ഹെഡ് എച്ച് ആണ് ചോദിച്ചുള്ളത്. ഇനി ഒരു കാപ്പിലറി ട്യൂബിൽ എച്ച് നമ്മൾ കാണണം, ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റൈസ് ഓർ ഫാളാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫാളിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് ഇക്വേഷൻ അറിയുന്നതാണ്. അതായത് കാപ്പിലറി റൈസ് ഓർ ഫാൾ എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇക്വേഷൻ വരുന്നത് 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ തിയറി പറയുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടും പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരുത്തി എഴുതാൻ പറ്റും. അതായത് റോ ജി ഡിക്ക് വരുന്ന താഴെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡ് ബൈ, നമുക്കറിയാം ഈ റോ ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, നമ്മുടെ സ്പെസിഫിക് വെയ്റ്റിന് ഈക്വലാണ് അല്ലേ. നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു റോ ജി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷനെ റോ ജിക്ക് വരെ എന്ത് ചെയ്യുക, ഡബ്ല്യു അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡബ്ല്യു ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മുടെ എന്തിൻ്റെ ഇക്വേഷനാണ്, നമ്മുടെ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫാളിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ട് ഇക്വേഷൻ പോലത്തെ ഇക്വേഷൻ അവിടെ കാണുന്നതായിരിക്കില്ല, പക്ഷേ അവിടെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായിരിക്കും, അവിടെ നമ്മുടെ ഈ ഒരു കോസ് തീറ്റ കാണുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, പകരം നമ്മുടെ ഓപ്ഷൻസിലൊക്കെ തന്നിട്ടുണ്ടാകും 4 സിഗ്മ ബൈ ഒന്നെങ്കിൽ റോ ജി ഡി എന്നോ അല്ലെങ്കിൽ 4 സിഗ്മ ബൈ ഡബ്ല്യു ഡി എന്നോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും എന്താണ്, നമ്മുടെ റൈറ്റ് ആൻസർ തന്നെയാണ്. എന്തുകൊണ്ട് റൈറ്റ് ആൻസർ ആയത്, അപ്പോൾ നമ്മുടെ ഈ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫാള് ഒരു ക്ലീൻ ഗ്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്യുവർ വാട്ടറിൻ്റെ കേസിലും നമുക്കെന്ത് പറയാം, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു സർഫസ് ടെൻഷൻ ഫോഴ്സിൻ്റെ ആംഗിൾ തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സർഫസ് ടെൻഷൻ്റെ ആംഗിൾ നമ്മുടെ തീറ്റ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക്
കോസ് തീറ്റയുടെ അവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അപ്പോൾ എന്തായിരിക്കും ബാക്കി ഉണ്ടായിരിക്കും വെറും 4 സിഗ്മ ബൈ റോ ജി ഡിയോ അല്ലെങ്കിൽ 4 സിഗ്മ ബൈ ഡബ്ല്യു ഡി എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ കോസ് തീറ്റ ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ എന്തല്ല നമ്മുടെ ഇക്വേഷൻ തെറ്റല്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ഗ്ലാസിൻ്റെ കേസിലും അതുപോലെ തന്നെ പ്യുവർ വാട്ടറിൻ്റെ കേസിലും എന്താണ് നമ്മുടെ ആ ഒരു സർഫസ് ടെൻഷൻ്റെ ആ ഒരു ഫോഴ്സ് എന്താണ്, ആ ഒരു ആംഗിളോ ആ ഫോഴ്സിൻ്റെ ആംഗിൾ എന്താണ് അവിടെ തീറ്റ നമുക്ക് 0 ആയിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് ഒന്നുകിൽ 4 സിഗ്മ ബൈ റോ ജി ഡി എന്നുള്ള ആൻസറോ 4 സിഗ്മ ബൈ ഡബ്ല്യു ഡി എന്നുള്ള ആൻസറോ ഉണ്ടെങ്കിൽ നമുക്കത് റൈറ്റ് ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ കൂടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ശരിക്കും 4 സിഗ്മ ബൈ ഡബ്ല്യു ഡി ആണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, അത് 4 ഡി സിഗ്മ ബൈ ഡബ്ല്യു തെറ്റാണ് പറയാൻ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷൻ 4 ഡബ്ല്യു ഡി ബൈ സിഗ്മയാണ്, അത് തെറ്റാണ്, നമ്മളിപ്പോൾ പറഞ്ഞു. നാലാമത്തെ 4 ഡബ്ല്യു സിഗ്മ ബൈ ഡി ആണ്, അതും തെറ്റാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ എയിൽ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, 40 എന്ന് കൊടുത്തിട്ടുണ്ട്, 40 ഇല്ല, 4 സിഗ്മ ബൈ ഡബ്ല്യു ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഫോൾഡ് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ട് കൃത്യമായിട്ടും ഇങ്ങനെയാണ് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ നോക്കാം. എ തിൻ സ്മോൾ നീഡിൽ ക്യാൻ ബി മെയ്ഡ് ടു ഫ്ലോട്ട് ഓവർ ദ സർഫസ് ഓഫ് വാട്ടർ വെൻ പ്ലേസ്ഡ് ഓവർ ഇറ്റ് ജെൻറ്റ്ലി. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫെനോമിനൻ ഓഫ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് അതിലിപ്പോൾ വാട്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയുന്നതാണ് ആ വാട്ടറിൻ്റെ ഏറ്റവും ടോപ്പ് സർഫസ് ലെയറിൽ എന്തായിരിക്കും സർഫസ് ടെൻഷൻ ഉള്ളത്. കാരണം എന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ വളരെ വെയിറ്റ് കുറവുള്ള സ്മോൾ നീഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മേലെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മേലെ കൊണ്ട് വെക്കാൻ പറ്റുന്നതാണ്. അതിനൊരു ഫെനോമിനൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്നതാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ്റെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും MCQ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ എന്താണെന്നുള്ളത് ഓരോ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് MCQ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കാം. നമ്മൾ കൃത്യമായിട്ടും സർഫസ് ടെൻഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയുന്നതായിരിക്കും, നമ്മുടെ ഈ ഒരു ലെയറിലുള്ള നമ്മുടെ ഈ ഒരു വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഏത് ലിക്വിഡാണുള്ളത് ആ ലിക്വിഡിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള ടെൻഷൻ ഓൺ ദ സർഫസിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയാം. ആ ടെൻഷന് കാരണം എന്താണ്, താഴോട്ടുള്ള അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സ് ആണ് ആ ഒരു സർഫസ് ടെൻഷന് കാരണമായിട്ടുള്ളത്. സോ അങ്ങനെ അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ലെയറിൽ ഒരു മെംബ്രെയിൻ പോലെ രൂപപ്പെടുകയും അല്ലെങ്കിൽ ഒരു ലെയർ പോലെ രൂപപ്പെടുകയും അവർ താഴോട്ട് ഇങ്ങനെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം എന്തായിരിക്കും, അതൊരു മെംബ്രെയിൻ പോലെ രൂപപ്പെടുകയും അവിടെ നമുക്കിതേപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ സ്മോൾ നീഡിൽ അല്ലെങ്കിൽ സ്മോൾ വെയിറ്റൊക്കെ നമുക്ക് അതിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സർഫസിൽ വളരെ ജെൻറ്റ്ലി നോക്കുമ്പോൾ നമുക്ക് ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നല്ല അർത്ഥമാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത്, അതായത് നമ്മൾ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ അല്ലേ നമ്മുടെ വെള്ളത്തിൻ്റെ മേലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ കുളത്തിലും കിണറിലും അതുപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ചെറിയ നമ്മുടെ ഇൻസെക്ട്സൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു സർഫസ് ടെൻഷനുള്ള പ്രോപ്പർട്ടി കാരണം അങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 15ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ സർഫസ് ടെൻഷനാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തിയറി ക്വസ്റ്റ്യൻസൊക്കെ വരുന്നതെല്ലാം നമ്മുടെ പ്രീവിയസ് RRB JEE SSC JEE അതുപോലത്തെ നമ്മുടെ കേരള PC എക്സാമിലും അതുപോലെ തന്നെ പ്രീവിയസ് പല നമ്മുടെ കേരളത്തിന് പുറത്തുള്ള PSC എക്സാമുകൾ കണ്ടക്ട് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.